ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് യൂട്യൂബ്, അതേപോലെ തന്നെ ഗൂഗിള്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അതേപോലെ തന്നെ ഏതൊക്കെ സോഷ്യൽ മീഡിയകളുണ്ടോ ആ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് SEO എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ SEOയുടെ അടിസ്ഥാനത്തിലാണ് ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ ഏതൊക്കെ സെർച്ച് എഞ്ചിനുകളുണ്ടോ അതൊക്കെ വർക്ക് ചെയ്യുന്നത് SEOയുടെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. അപ്പോൾ ഈ ഗൂഗിള്, അതേപോലെ തന്നെ യൂട്യൂബ്, ഇത് ആണ് രണ്ടാം സ്ഥാനത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബുള്ളവരാണെങ്കിലും ശരി, അതേപോലെ ഫേസ്ബുക്കുള്ളവരാണെങ്കിലും ശരി, നമ്മൾക്ക് SEO കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു വലിയ ഒരു ലെവലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ SEO ചെയ്യുന്നത് വഴി നമുക്ക് പ്രോപ്പറായ ഓഡിയൻസിനെ ലഭിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ കരിയർ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതേപോലെ ഏതൊക്കെ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് SEO എന്താണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയില്ല. അപ്പോൾ നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും, നമുക്ക് നമ്മളുടെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ ഒരു വീഡിയോയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, അതിന് ആൾക്കാർ ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിൻ്റെ SEO ചെയ്താലാണ് നമ്മളുടെ പ്രോപ്പറായ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതൊക്കെ അടിസ്ഥാനമാക്കിയാണ് അതിനാണ് ഈ SEO എന്ന് പറയുന്നത്. ഈ SEOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ്. അപ്പം ഈ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ കീവേഡുകളും അതേപോലെ തന്നെ ടാഗും ടൈറ്റിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ, അതേപോലെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ SEO എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് SEO എന്താണ് എന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. SEO ഇന്ന് മുതൽ നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ SEO ചെയ്യാതെ വീഡിയോ ഇടരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെയിൽ ചെയ്യാനോ അതേപോലെ തന്നെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനും നിങ്ങൾ SEO മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ SEO ചെയ്യേണ്ട രീതി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ SEO എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞത് എന്നുള്ളൂ. അപ്പോൾ ഈ SEO ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ടോപ്പ് ലെവലിൽ നമ്മളുടെ ബിസിനസ് ആയാലും ശരി, അതേപോലെ യൂട്യൂബ് ആണെങ്കിലും ശരി, ഏത് മേഖലയാണെങ്കിലും നമുക്കത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം SEO ചെയ്യേണ്ട രീതി, നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും നമ്മളുടെ തംബ്നെയിലിൽ കൊടുക്കുന്നത് തന്നെയായിരിക്കണം നമ്മളുടെ ടൈറ്റിൽ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ടാഗിലും ഉണ്ടാകേണ്ടത്. അതിൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൂടി ചേർത്ത് നമുക്ക് എന്ത് സാധനമാണെങ്കിലും നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.